കേരളത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മുടെ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്തി തന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സോളമന് വിപ്ലവ അഭിവാദ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ചരിത്രബോധം ഇല്ലാത്ത ഒരുപറ്റം ആളുകൾ, ചരിത്രബോധവും വായനയുമുള്ള ഒരു ബുദ്ധിജീവിയെ കുരിശിൽ തറച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതിലെ ഒരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല. കാരണം CPIയുടെ നിലവാരം ഇന്നതാണ്. CPIയിലെ സഖാക്കൾ മനസ്സിലാക്കണം, സിംഹവാലൻ കുരങ്ങിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓഗസ്റ്റ് 18 തിങ്കളാഴ്ചത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ടിങ്ങിനാണ്: സവർക്കർ പ്രശംസ, CPI ലോക്കൽ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള VD സവർക്കറുടെ പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് വാട്സ് ഗ്രൂപ്പിൽ പറഞ്ഞ CPI ലോക്കൽ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. സവർക്കറെ പുകഴ്ത്തി സംസാരിച്ച വെൺമണി ലോക്കൽ സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദിനെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സോളമൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയാണ് നടപടിയെടുത്തതെന്ന് സെക്രട്ടറി C. സന്ദീപ് പറഞ്ഞു. അപ്പോൾ ഇതാണ് വാർത്തയുടെ ചുരുക്കം. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്: ഇതിൻ്റെ പേരിൽ നിങ്ങളെന്നെ BJP ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആന്തമാനിലെ ജയിലിൽ പീഠത്തിൽ കെട്ടിയിട്ടുള്ള അടിയും ഇടിയും തൊഴിയും എല്ലാം കൊണ്ടിട്ടും ജയിലിൽ കിടക്കുന്നവരിൽ ദേശീയത ഊട്ടിയുറപ്പിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറായി. 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്ന സവർക്കർ മോശമൊന്നുമല്ല. സ്വാതന്ത്ര്യ സമരത്തിനായി കോൺഗ്രസ് നേതാക്കളെക്കാൾ ത്യാഗം സഹിച്ചയാളാണ് സവർക്കർ. ഇതാണ് ശ്രീ ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്ക് കാരണമായ വാർത്ത. ഇവിടെ ഈ ഷുഹൈബ് മുഹമ്മദിനെതിരെ CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു കഥയാണ്. അതായത്, ഒരു രാജ്യത്ത് രാജാവ് തൻ്റെ രാജ്യത്തെ ഏറ്റവും നല്ല സംഗീതാസ്വാദകനെ കണ്ടെത്താൻ ശ്രമം നടത്തി. അതിനായിട്ട് സംഗീതം ഇഷ്ടപ്പെടുന്നവരെയെല്ലാം അദ്ദേഹം ഒരു ഹാളിൽ വിളിച്ചു ചേർത്തു. അവിടെ ആ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനെ കൊണ്ടുവന്നൊരു സംഗീത കച്ചേരി നടത്താൻ തീരുമാനിച്ചു. സംഗീത കച്ചേരിക്കൊക്കെ എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. സംഗീത കച്ചേരി ആരംഭിക്കുന്നതിന് മുമ്പ് രാജാവ് കർശനമായൊരു നിർദ്ദേശം വന്നു. അദ്ദേഹം പറഞ്ഞു, സംഗീതം ആസ്വദിച്ചോണം, ഒരു കാരണവശാലും അത് ആസ്വാദനവുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദവും പുറപ്പെടുവിക്കാൻ പാടില്ല. ചില സംഗീത സദസ്സുകളൊക്കെ വരെ വാഹ് എന്നൊക്കെ പറഞ്ഞ ആളുകളത് ആസ്വദിക്കാറുണ്ട്. അതൊന്നും പറ്റില്ല. അഥവാ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അവൻ്റെ തല വെട്ടിക്കളയുന്നതാണ്, ശിരച്ഛേദനം ചെയ്യുന്നതാണ്. ഇതാണ് രാജാവിൻ്റെ കൽപ്പന. സംഗീത സദസ്സ് ആരംഭിച്ചു. എല്ലാവരും ഇങ്ങനെ സംഗീതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം ആ സംഗീത സദസ്സിൻ്റെ അതിൻ്റെ ക്ലൈമാക്സിൽ മൂർധന്യത്തിലെത്തിയപ്പോൾ ഒരാളവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, തല പോനാലും ബലേഭേഷ്, തല പോന്നേ പോട്ട് ബലേഭേഷ്. അല്ല, ഗംഭീര സംഗീതമായിരുന്നു. ഇപ്പോൾ രാജാവ്, എല്ലാവരും നോക്കി, ഇപ്പോൾ രാജാവ് ഇന്ന് ഇവൻ്റെ തല വെട്ടാൻ പോവുകയാണല്ലോ എന്ന്. രാജാവ് നല്ല സഹൃദയനാണ്, കലാബോധമുള്ളവനാണ്. ഇപ്പോൾ രാജാവ് അവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ രാജ്യത്തെ ഏറ്റവും നല്ല സംഗീതാസ്വാദകൻ നീയാണ്. കാരണം സംഗീതത്തിൻ്റെ ആ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ എല്ലാം മറന്ന് നീയെ തല പോനാലും ബലേഭേഷ് എന്ന് പറഞ്ഞപ്പോൾ, തല പോയാൽ പോട്ട്, ഇത് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞതെടുത്ത് ഒരു സംഗീത ആസ്വാദകനെയാണ് ഞാൻ കാണുന്നത്. ഈ ഷുഹൈബ് മുഹമ്മദിൻ്റെ എതിരെയുള്ള ഈ നടപടി വായിച്ചപ്പോൾ എനിക്കും ഇതുതന്നെയാണ് തോന്നിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മുടെ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്തി തന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സോളമന് വിപ്ലവ അഭിവാദ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹമാണ്, ഇപ്പം നമുക്ക് മനസ്സിലായി, കേരളത്തിലെ CPI പാർട്ടിയിൽ, അല്ലെങ്കിൽ CPM പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചരിത്രബോധമുള്ള, ധീരമായി അഭിപ്രായം പറയുന്ന ചരിത്ര പുരുഷന്മാരെ കപട ചരിത്രകാരന്മാരെഴുതിയ ചരിത്രത്തിലൂടെ അല്ലാതെ വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഷുഹൈബ് മുഹമ്മദ്. നിസ്സാരക്കാരനല്ല. അങ്ങനെ നിസ്സാരക്കാരനായ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ പറ്റില്ല. എന്തായാലും ശരി, അദ്ദേഹത്തിനെ പുറത്താക്കാൻ തീരുമാനിച്ചതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി: ചരിത്രബോധം ഇല്ലാത്ത ഒരുപറ്റം ആളുകൾ, ചരിത്രബോധവും വായനയുമുള്ള
ഒരു ബുദ്ധിജീവിയെ കുരിശിൽ തറച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതിൽ ഒരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല. കാരണം CPIയുടെ നിലവാരം ഇന്നതാണ്. CPIയുടെയും CPMൻ്റെയും ഒക്കെ നിലവാരം അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞ VD സവർക്കർ. ഇന്ന് VD സവർക്കറെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് നക്കിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത, ഇതേ വാർത്ത തന്നെ മലയാള മനോരമയും കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഇത്തിരി വലിയ വലിപ്പത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ മനോരമ അവരുടെ അച്ചുകൂടത്തിലുള്ള ഏറ്റവും ചെറിയ അക്ഷരത്തിലാണ് ഈ വാർത്ത അച്ചടിച്ചു വന്നത്. കാരണം സവർക്കർ എന്ന വാക്ക് മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അശ്ലീലമായ ഒരു വാക്കാണ്. അതുകൊണ്ട് സവർക്കർ എന്ന് അച്ചടിക്കാൻ പോലും മടിയാണ്. എന്തായാലും സവർക്കറെ സ്തുതിച്ച ഒരാളെ പുറത്താക്കി എന്ന് പറയുന്നതിൽ മനോരമയ്ക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ വാർത്ത കൊടുക്കേണ്ടത് കൊണ്ട് ആരോ എങ്ങനെയോ വന്നുപെട്ട ഒരു വാർത്തയായിട്ട് മനോരമയിൽ അത് വരികയും ചെയ്തു. അപ്പോൾ മനോരമയും മാതൃഭൂമിയൊക്കെ എന്തൊക്കെ എഴുതിയാലും VD സവർക്കർ എന്ന് പറഞ്ഞ ഒരാളിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം അത് VD സവർക്കർ ഈ രാജ്യത്തിന് ചെയ്ത ഈ സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത സംഭാവന കൊണ്ടാണ്. VD സവർക്കർ ആരാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. VD സവർക്കറെക്കുറിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നതാണോ ശരി, അതോ VD സവർക്കറെക്കുറിച്ച് നിഷ്പക്ഷരായ ചരിത്രകാരന്മാർ എഴുതിയതാണോ ശരി എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ VD സവർക്കറെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, VD സവർക്കർ ഒരു സ്വയംഭൂവായിട്ട് വന്നൊരു നേതാവൊന്നുമല്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരൻ്റെ ക്രൂരമായ ഏകാധിപത്യം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ VD സവർക്കറിനെ പോലൊരു നേതാവ് ജനിച്ചു വളർന്നത്, ഉയർന്നു വന്നത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. VD സവർക്കറെ നമുക്ക് ഒറ്റ തിരിഞ്ഞ് കാണാൻ പറ്റില്ല. VD സവർക്കർക്ക് മുൻഗാമിയുണ്ട്, പിൻഗാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ VD സവർക്കർക്ക് സവർക്കറെ ഷൂനക്കിയാണ് എന്ന് പറയാൻ ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ്സുകാരന് VD സവർക്കറും VD സതീശനും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. അത് അവരുടെ വൈജ്ഞാനികമായ ഒരു പരിമിതി കൊണ്ടാണ്. അതിനകത്ത് അവരോട് സഹതപിക്കാനുള്ള മറ്റു മാർഗമൊന്നുമില്ല. ശശി തരൂർ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കതറിട്ട മാംസപിണ്ഡങ്ങളാണ്. മാംസപിണ്ഡങ്ങളിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ വക്താവായി വരുന്ന ഒരു ധീര വനിത ഈ ചാനലിൽ വന്നിരുന്ന് ഇതിനെ സവർക്കറെയൊക്കെ വിമർശിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എവിടുന്നാണ് ഡോക്ടറേറ്റ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ചിന്തയ്ക്ക് കിട്ടിയ പോലെ ഡോക്ടറേറ്റ് ആയിരിക്കും അതിന് വന്നിരിക്കുന്നത്. ആ ഡോക്ടറേറ്റ് ഉള്ളൊരു സ്ത്രീയാണ് അവർ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സവർക്കർ ആരാണെന്ന് പഠിക്കുന്നില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. സവർക്കർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് സവർക്കർ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സവർക്കർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു 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 പാരമ്പര്യത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാസുദേവ് ബൽവന്ത് ഫഡ്കെ എന്ന് പറഞ്ഞ ഒരാൾ മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. വാസുദേവ് ബൽവന്ത് ഫഡ്കെ ബ്രിട്ടീഷുകാരൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്കും ക്രൂരമായ ചൂഷണത്തിനും എതിരെ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി ഒരു സമരം ആരംഭിച്ച ഒരാളാണ്. അവിടുത്തെ വളരെ പിന്നോക്കം നിൽക്കുന്ന കോലി, അതുപോലെ ഭീൽ, ധൻഗർ എന്നൊക്കെ പറയുന്ന ചില സമുദായങ്ങളുണ്ട്. അവരിലിടയിൽ ഇറങ്ങിച്ചെന്ന്, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ ഇറങ്ങിച്ചെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ച് ബ്രിട്ടീഷുകാർ പണം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ട്രഷറിയിലാണ്. ഈ ട്രഷറികൾ തകർത്തുകൊണ്ട് അദ്ദേഹം അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ധനം സാധാരണ കർഷകനും പാവപ്പെട്ടവനും വിതരണം ചെയ്തു. ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരാളാണ് വാസുദേവ് ബൽവന്ത് ഫഡ്കെ. ഈ വാസുദേവ് ബൽവന്ത് ഫഡ്കെ മഹാരാഷ്ട്രയിൽ മാത്രമല്ല ആ കാലഘട്ടത്തിലെ വിപ്ലവകാരികളെയൊക്കെ ആകർഷിച്ച ഒരാളാണ്. വാസുദേവ് ബൽവന്ത് ഫഡ്കെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച ഒരു ആളായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മ. അദ്ദേഹം ലണ്ടനിലെ അഭിഭാഷകനായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. അവിടെ അദ്ദേഹം സംഘടന സ്ഥാപിച്ചു. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നാണ് ആ സംഘടനയുടെ പേര്. അപ്പോൾ ആ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും തീരുമാനിച്ചു. അപ്പോൾ രാജ്യസ്നേഹമുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറുള്ള ചെറുപ്പക്കാരെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അല്ലാതെ ലണ്ടനിൽ വന്ന് പിടിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്ന് നല്ല സർക്കാർ ജോലി സ്വീകരിച്ച് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവരെ അല്ല അദ്ദേഹം ലക്ഷ്യമിട്ടത്. അദ്ദേഹം ലക്ഷ്യമിട്ടത് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് തുടങ്ങിയത്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിലൂടെ അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു സ്കോളർഷിപ്പ് കിട്ടിയ ആളാണ് VD സവർക്കർ. അങ്ങനെയാണ് VD സവർക്കർ ലണ്ടനിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു VD സവർക്കർ.
അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വി ഡി സവർക്കർ മണ്ടനല്ലായിരുന്നു, വളരെ ബുദ്ധിമാനായ ഒരാളായിരുന്നു. അവിടെ അദ്ദേഹം ചെന്നിട്ട് ലണ്ടനിലെ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് യുവാക്കളെ, വിപ്ലവ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ആളുകളെയൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു. എന്നിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള വിപ്ലവകാരികളുണ്ട്, യുവ വിപ്ലവകാരികളുണ്ടായിരുന്നു. അവരെ ഒന്ന് സഹായിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്യുന്ന ക്രൂരന്മാരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തകർത്ത് കളയുക, കൊന്നുകളയുക, അതായിരുന്നു അദ്ദേഹം ലക്ഷ്യമാക്കിയത്. അതിനുവേണ്ടി 20 ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ ഇന്ത്യയിലേക്ക് രഹസ്യമായിട്ട് അയച്ചു കൊടുത്തു. അത് ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക് വേണ്ടി അയച്ചു കൊടുത്താണ്. അദ്ദേഹം ഈ പിസ്റ്റലുകൾ അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അനുജൻ ഗണേഷ് സവർക്കറിൻ്റെ പേരിലാണ്. എന്തായാലും ശരി, ഈ പിസ്റ്റൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് രഹസ്യ പോലീസിൻ്റെ വിവരം കിട്ടി. ഗണേഷ് സവർക്കറെ അറസ്റ്റ് ചെയ്തു. വളരെ ക്രൂരമായ പീഡനമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ വി ഡി സവർക്കർ മാത്രമല്ല, ഗണേഷ് സവർക്കറും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരാളാണ്. ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വന്ന് വിപ്ലവകാരികളെ ചേർത്ത് പിടിച്ചൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേര് അഭിനവ് ഭാരത് സൊസൈറ്റി എന്നുള്ളതായിരുന്നു. അങ്ങനെ അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തനവുമായിട്ട്, വിപ്ലവ പ്രവർത്തനങ്ങളുമായിട്ട് വി ഡി സവർക്കർ മുന്നോട്ട് പോകുമ്പോൾ നാസിക്കിലെ കളക്ടറായിരുന്ന ജാക്സൺ എന്നൊരാളിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ ജാക്സണെ കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് വി ഡി സവർക്കറെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിനെ 50 വർഷത്തെ തടവിന് ശിക്ഷിച്ച് സെല്ലുലാർ ജയിലിലേക്ക് അയച്ചത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഉള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് വി ഡി സവർക്കറെ ജയിലിലടച്ചത് എന്ന് പറഞ്ഞാൽ, വി ഡി സവർക്കറെ ജയിലിൽ അയച്ചത് ഏറ്റവും ക്രൂരനായ ഒരു ബ്രിട്ടീഷ് ഓഫീസറായ, ബ്രിട്ടീഷ് കളക്ടറായിരുന്ന ജാക്സനെ കൊല്ലാൻ ശ്രമിച്ചതിനാണ്. ഇത് പറയുമ്പോൾ സഹാക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക്കായാലും പൊതുസമൂഹമായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റേഷൻ വാങ്ങിക്കാൻ സന്ധ്യയ്ക്ക് റേഷൻ കടയിലേക്ക് പോയ പാവം പിടിച്ച RSSകാരനെയോ കോൺഗ്രസ്സുകാരനെയോ BJPക്കാരനെയോ വെട്ടിക്കൊന്ന ധീരന്മാരുടെ കൂട്ടത്തിലല്ല വി ഡി സവർക്കർ ഉള്ളത്. വി ഡി സവർക്കർ ഉന്നമിട്ടത് ശക്തന്മാരായ ബ്രിട്ടീഷ് ഓഫീസർമാരെയാണ്, അല്ല നിരപരാധികളെയല്ല, നിരായുധരെയല്ല, നിസ്സഹായരെയല്ല. ഇവിടെ വന്ന നമ്മുടെ സംസ്ഥാനത്ത് കൊലപ്പെടുത്തിയത് ഇവിടെ ആളുകളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം. എല്ലാം പാവപ്പെട്ട ആളുകളെയല്ലേ കൊന്നിരിക്കുന്നത്. അപ്പോൾ ആ പാവപ്പെട്ട ആളുകളെ കൊന്ന് വിപ്ലവം നടത്താൻ ഇറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അവരെ വി ഡി സവർക്കറെ പുച്ഛിക്കുന്നതിനകത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു എതിരഭിപ്രായം പറയാൻ പറ്റില്ല. അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, വി ഡി സവർക്കറെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? വി ഡി സവർക്കറെ കൊണ്ടുപോയത് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കാണ്. ഈ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ ഒരുപക്ഷെ പഴയ കാലാപ്പാനി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ആ സെല്ലുലാർ ജയിലിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ള കാര്യം. വളരെ ക്രൂരമായ പീഡനമായിരുന്നു. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു ഇടുങ്ങിയ സെല്ലിലാണ് 14 വർഷം വി ഡി സവർക്കർ ജീവിച്ചത്. താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് വിപ്ലവ പ്രവർത്തനത്തിന് തൻ്റെ നാട്ടിലേക്ക് വരണം, തൻ്റെ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചത്. ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ മാപ്പ് അപേക്ഷിച്ചത് വി ഡി സവർക്കർ മാത്രമല്ല, വേറെ പ്രമുഖരായ പല ആളുകളുമുണ്ട്. അത് വിഷയം ഇവിടെ അല്ല, അതല്ല, അതുകൊണ്ട് അത് വിടുന്നു. അങ്ങനെയാണ് വി ഡി സവർക്കർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ജയിലിൽ വി ഡി സവർക്കറെ അടച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സെല്ലുലാർ ജയിൽ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റു ജയിലുണ്ടായിരുന്നു, എർദാബാദ് ജയിലുണ്ടായിരുന്നു, അത് മഹാരാഷ്ട്രയിലാണ്. അഗാഖാൻ പാലസ് ഉണ്ടായിരുന്നു. എർദാബാദ് ജയിലിലാണ് മഹാത്മാഗാന്ധി അടച്ചിരുന്നത്. എർദാബാദ് ജയിലിൽ പോയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം, എർദാബാദ് ജയിലിൽ രാഷ്ട്രീയ തടവുകാർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. അവർക്ക് പുസ്തകം വായിക്കാം, ഇറങ്ങി നടക്കാം, എഴുതാനുള്ള കടലാസ് കിട്ടും, വായിക്കാനുള്ള പുസ്തകങ്ങൾ കിട്ടും. പക്ഷേ ഒരു വീട്ടുതടങ്കൽ പോലെ ആ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതല്ലാതെ യാതൊരു പീഡനവും എർദാബാദ് ജയിലിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊന്ന് അഗാഖാൻ പാലസായിരുന്നു. അഗാഖാൻ പാലസിനെ ജയിലായിട്ട് പ്രഖ്യാപിക്കുന്നു. സർക്കാർ ഒരു സ്ഥലം ജയിലായിട്ട് പ്രഖ്യാപിച്ചാൽ അങ്ങനെയാണ് വീട്ടുതടങ്കലിടുന്നത് പോലെ. അഗാഖാൻ പാലസിലായിരുന്നു നെഹ്റുവും ഗാന്ധിയും അടക്കമുള്ള ആളുകളൊക്കെ ജയിലിൽ കിടന്നത്. എർദാബാദ് ജയിലിലും കിടന്നിട്ടുണ്ട്, അഗാഖാൻ പാലസിലും കിടന്നിട്ടുണ്ട്. അഗാഖാൻ പാലസിൽ മഹാത്മാഗാന്ധി തടവിൽ കിടക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി മരിക്കുന്നതും അവരെ ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അഗാഖാൻ പാലസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അതൊരു പാലസാണ്. ആ പാലസിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ വി ഡി സവർക്കർ എവിടെ ജീവിച്ചിരുന്ന ആലോചിച്ച് നോക്കണം. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു ചെറിയ ഇടുങ്ങിയ മുറിയിൽ ഒരു സെല്ലിൽ 14 വർഷം ജീവിച്ചിരുന്ന വി ഡി സവർക്കറെ കുറിച്ചിട്ടാണ് ഈ അല്പന്മാർ സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് നക്കി എന്ന് പറയുന്നത്. അല്പന്മാരുടെ സഹതപിക്കുകയല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഐക്യവും വി ഡി സവർക്കറുടെ ഐക്യവുമായിട്ട് തൊട്ടിച്ച് നോക്കുമ്പോഴേ അദ്ദേഹം വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം
കവിയായിരുന്നു, അതുപോലെ തന്നെ സാഹിത്യകാരനായിരുന്നു, അഭിഭാഷകനായിരുന്നു. വി ഡി സവർക്കറുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ഇത്ര നിശിതമായി വിമർശിച്ചിട്ടുള്ള, എതിർത്തിട്ടുള്ള ഒരാൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് വളരെ അപൂർവമായിരുന്നു. മറ്റൊരു പ്രത്യേകത, നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം, കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ, രാഷ്ട്രീയ വീക്ഷണത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് യുക്തിവാദവും പോസിറ്റിവിസവും മാനവീയതയുമായിരുന്നു. ഇതെല്ലാം ചേർന്ന ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ചിന്തയായിരുന്നു വി ഡി സവർക്കർക്കുണ്ടായിരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയത് അത് ശിപായി ലഹളയായിരുന്നു എന്നുള്ളതാണ്. അത് ശിപായി ലഹളയല്ലായിരുന്നു എന്നും, മറിച്ച് അത് ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നുവെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം ഇന്നും നമ്മുടെ ലൈബ്രറികളിൽ അവൈലബിൾ ആണ്. അത് വായിച്ചു നോക്കിയാൽ അറിയാം വി ഡി സവർക്കറുടെ ഒരു വീക്ഷണം എന്താണ് എന്നുള്ള കാര്യം. വി ഡി സവർക്കർ സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം 1966 82ാമത്തെ വയസ്സിലാണ് വി ഡി സവർക്കർ അന്തരിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ സത്ഫലങ്ങളെ ആസ്വദിക്കാനോ, MLA ആവാനോ, MP ആവാനോ, മന്ത്രിയാവാനോ, സ്വാതന്ത്ര്യ സമര പെൻഷന് അപേക്ഷിക്കാനൊന്നും വി ഡി സവർക്കർ നിന്നില്ല. കാരണം വി ഡി സവർക്കർ അടിസ്ഥാനപരമായി ഒരു വിപ്ലവകാരിയായിരുന്നു. ആ വിപ്ലവകാരിയെ മനസ്സിലാക്കാൻ കപട വിപ്ലവകാരികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ പോലെ ഒരു വിപ്ലവകാരിയെ മനസ്സിലാക്കാൻ ആലപ്പുഴയിലെ CPIക്കാർക്ക് കഴിയാതെ പോയതിൽ ഒരു അത്ഭുതവുമില്ല. ആലപ്പുഴയിലെ ഇല്ല, ആഗോളതലത്തിൽ തന്നെ അവർക്കതിന് കഴിയില്ല. കാരണം അവർക്ക് അത്രമാത്രമുള്ള ചിന്താശേഷിയുള്ളൂ. അതിന് അവരോട് സഹതപിക്കുകയല്ലാതെ അവരെ അതിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വ്യക്തിത്വമല്ല വി ഡി സവർക്കറുടെ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ 2025 ഓഗസ്റ്റ് 18 വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 2025 ഓഗസ്റ്റ് 11 മുതൽ 13 വരെ രാമായണം ഒരു പുനർവായന എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പര ഞാനിപ്പോൾ താമസിക്കുന്ന കൊല്ലം പട്ടണത്തിൽ നടക്കുകയുണ്ടായി. കൊല്ലത്തെ ഇത്തരം പ്രഭാഷണ പരമ്പരകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അന്തരിച്ചു പോയ രവീന്ദ്രനാഥൻ നായർ, കൊല്ലക്കാരെ സംബന്ധിച്ചുള്ള അദ്ദേഹം രവി മുതലാളിയാണ്. അദ്ദേഹം സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറി. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള, ഒരു കോടികൾ വിലയുള്ള ആ സ്ഥലം പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച വളരെ മനോഹരമായ കെട്ടിടമാണ് ഈ പബ്ലിക് ലൈബ്രറി. ഈ പബ്ലിക് ലൈബ്രറിയിൽ സരസ്വതി ഹാളിൽ ആണ് ഈ രാമായണ പ്രഭാഷണ പരമ്പര നടന്നത്. അത് നടത്തിയതും മറ്റൊരു CPIക്കാരനാണ്. അതതിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ പേര് മുല്ലക്കര രത്നാകരൻ എന്നാണ്. മുൻ മന്ത്രിയായിരുന്നു മുല്ലക്കര രത്നാകരൻ. അദ്ദേഹം ഉറച്ച CPIക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തിയ ഈ പ്രഭാഷണ പരമ്പരയിൽ അത് പോകാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, അന്ന് ആ കാലഘട്ടത്തിൽ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ കൊല്ലത്ത് കനത്ത മഴയുള്ള ദിവസമാണ്. ആ സരസ്വതി ഹാൾ നിറഞ്ഞ് ആളുകൾ ഇത് ആസ്വദിക്കാനായിട്ട്, കേൾവിക്കാരായിട്ട് അവിടെ എത്തിയിരുന്നു. കൊല്ലത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ എത്തിയിരുന്നത്. മറ്റൊരു ഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ല, സ്വാഗതമില്ല, കൃതജ്ഞതയില്ല, പരിചയപ്പെടുത്തലില്ല, ഒന്നുമില്ല. ഒരു കപ്പ് ചായ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതൊന്നും അവിടെ എത്തിയ ആളുകളുടെ മനസ്സ് മടിപ്പിക്കുന്നതായിരുന്നില്ല. അത്ര മനോഹരമായൊരു പ്രഭാഷണമാണ് മുല്ലക്കര രത്നാകരൻ നടത്തിയത്. 6:30 മുതൽ 7:30 വരെ വൈകിട്ടാണ് ഈ പ്രഭാഷണം നടന്നത്. ആരുടെ ഒരു നിർബന്ധമില്ലാതെ, ജസ്റ്റ് ഒരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ വന്ന് ചേർന്ന ആളുകളാണ്. അതിലവിടെ വന്ന് ചേർന്നതിൽ ഏതാണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന ആളുകൾ അവർ വളരെ അഭ്യസ്തവിദ്യരായിരുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, റിട്ടയർ ചെയ്തതും സർവീസിൽ തുടരുന്നതുമൊക്കെ ഒരുപാട് ആളുകൾ ആ പ്രഭാഷണം കേൾക്കാനായിട്ട് വന്നിരുന്നു. മുല്ലക്കര രത്നാകരനെ 3 പേരെയാണ് അവിടെ വരച്ച് കാണിച്ചത്. ഒന്ന് രാമൻ, മറ്റൊന്ന് സീത, മൂന്നാമതൊന്ന് രാവണൻ. അപ്പോൾ രാമനെക്കുറിച്ച് ആദ്യത്തെ ദിവസം, രാവണനെക്കുറിച്ച് 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം സീതയെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. വളരെ മനോഹരമായ ഭാഷയിൽ ആ രാമായണം പുനർവായന ഇരുന്ന ആളുകൾ ആ ഹാളിൽ ഒരാളിൻ്റെ പോലും മൊബൈൽ ഫോൺ ശബ്ദിച്ചില്ല എന്നുള്ളതാണ്. ആരും പറയാതെ എല്ലാവരും മൊബൈൽ ഫോൺ നിശബ്ദമാക്കി ആ പ്രഭാഷണം 1 മണിക്കൂർ നീണ്ടു നിന്ന ആ പ്രഭാഷണം കേട്ടു. വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ് അദ്ദേഹം രാമായണത്തെക്കുറിച്ച് പറഞ്ഞത്. വാനരസേനയും അതുപോലെ തന്നെ രാവണൻ്റെ സൈന്യവും, അല്ലെങ്കിൽ വാനരസേന ലങ്കയിൽ നടത്തിയ അക്രമത്തെ അദ്ദേഹം ചിത്രീകരിച്ച് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഗ്രാമങ്ങൾ പട്ടണത്തിനെതിരെ നടത്തിയ ഒരു സമരമായിട്ടാണ്, അല്ലെങ്കിൽ ഗ്രാമവാസികൾ
പട്ടണവാസികൾക്കെതിരെ നടത്തിയ ഒരു സമരമായിട്ട് അത് വ്യത്യസ്തമായ ആംഗിളിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ചരിത്രബോധമുള്ള ഒരു ജനത നമ്മുടെ കേരളത്തിലുണ്ട്. അവർ വളരെ ഗൗരവമായ പ്രഭാഷണങ്ങൾ കേൾക്കും. കൃത്യമായ ചരിത്രബോധമുള്ള, ചരിത്ര അവബോധമുള്ള ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. അവർ നേതാക്കന്മാരുടെ നാലാന്തരം പ്രസ്താവനകൾ വായിക്കാറ് പോലുമില്ല. പലരും പത്രങ്ങൾ വായിക്കാറില്ല. അഥവാ പത്രങ്ങൾ വായിക്കുന്നവർ അവജ്ഞയോടുകൂടിയാണ് നമ്മുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകളെ കാണുന്നത്. അവരുടെ പ്രസ്താവനകൾ അവരുടെ അനുയായികൾക്ക് രോമാഞ്ചം ഉണ്ടാക്കാമായിരിക്കാം, അവർക്കൊരു പക്ഷേ ആത്മരതിയും കൊടുത്തേക്കാം. പക്ഷെ പൊതുസമൂഹത്തിന് നമ്മുടെ നേതാക്കന്മാരോടും അവരുടെ പ്രസംഗത്തോടും ഏതാണ്ട് അവജ്ഞയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സാഹചര്യത്തിലാണ് മുൻ മന്ത്രിയും CPI നേതാവുമായ മുല്ലക്കര രത്നാകരൻ്റെ പ്രഭാഷണത്തിന് ആ സരസ്വതി ഹാളിൽ നിറഞ്ഞ ഒരു സദസ്സ് 3 ദിവസം വന്നത് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ജനതയുടെ ചരിത്രബോധമാണ്, അവരുടെ സാംസ്കാരിക പാരമ്പര്യമാണ്. അത് ആ ഒരു സാംസ്കാരിക പാരമ്പര്യം, അതിൻ്റെ ഒഴുക്കിന് കാര്യമായ ഒരു വിഘ്നവും കൂടാതെ ഇന്നും കേരളത്തിൽ അനുസ്യൂതം ഒഴുകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമായിരുന്നു മുല്ലക്കര രത്നാകരൻ്റെ പ്രഭാഷണം കേൾക്കാൻ സരസ്വതി ഹാളിൽ എത്തിയിരുന്ന ഓഡിറ്റോറിയത്തിലെത്തിയിരുന്ന ആളുകൾ. സഖാവ് ഷുഹൈദ് മുഹമ്മദ്, ഞാൻ അദ്ദേഹത്തിനെ സഖാവ് എന്ന് തന്നെ വിളിക്കുന്നു. ആ സഖാവ് ഷുഹൈദ് മുഹമ്മദ് ഒരു സാംസ്കാരിക ധാരയുടെ പ്രതിയാണ്, സമ്പന്നമായ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതിയാണ്. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ഉയർത്തിപ്പിടിച്ച ഒരു ദേശീയതയാണ്. അതല്ലെങ്കിൽ മൊയ്തു മൗലവി ഉയർത്തിപ്പിടിച്ച ഒരു മതേതരത്വത്തെയാണ്. അതുമല്ലെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ ഉയർത്തിപ്പിടിച്ച ദേശസ്നേഹത്തെയാണ്. ആ ധാര ആര്യാടൻ മുഹമ്മദ് വരെ എത്തി ഇവിടെ കേരളത്തിൽ നിൽക്കുകയാണ്. എല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാണുകയും ജനങ്ങളെ വ്യത്യസ്തമായ തട്ടുകളിൽ വേർതിരിച്ച് നിർത്തി വോട്ട് നേടി ജയിക്കാൻ കഴിയുന്ന കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപറ്റം ആളുകളുടെ അധമ രാഷ്ട്രീയം വിളയാടുന്ന നാടാണ് കേരളം. ഇത് മനസ്സിലാക്കണം. ആ നാട്ടിലെ വളരെ വ്യത്യസ്തനായ, സത്യസന്ധനായ, ധീരനായ ഒരു സഖാവിനെ കേരളത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞത് സോളമൻ സഖാവ് ഇത്തരം ഒരു നടപടി എടുത്തതുകൊണ്ടാണ്. സോളമൻ സഖാവിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എത്ര നന്ദി പറയണം എന്നെനിക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഷുഹൈദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആലപ്പുഴ ജില്ലയിലുണ്ട് എന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇത്ര പരന്ന വായനയുള്ള ഒരാൾ, ഇത്ര ധീരമായി സത്യം പറയാൻ കഴിയുന്ന ഒരാൾ CPIയിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയില്ലായിരുന്നു. ഒരു കാര്യം കൂടി CPIയിലെ സഖാക്കൾ മനസ്സിലാക്കണം. സിംഹവാലൻ കുരങ്ങിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ഷുഹൈദ് മുഹമ്മദിനെ നടപടിയെടുത്ത് പുറത്താക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഷുഹൈദ് മുഹമ്മദിനോട് ആരാധന തോന്നുന്ന ചില ആളുകളെ കേരളത്തിൽ സൃഷ്ടിക്കാൻ മാത്രമേ ഈ നടപടിക്ക് കഴിയുന്നുള്ളൂ എന്ന് നിങ്ങൾ മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.